ജീവിതം കരുപിടിപ്പിക്കാൻ പെടാപ്പാടുപെടുന്ന കർഷകരുടെ നെഞ്ചിലെ തീയാണ് പക്ഷിപ്പനി. ഇടയ്ക്കിടെ ഇടുത്തി പോലെ പലയിടത്തും പക്ഷിപ്പനി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. 2024 ഏപ്രിലും സംഗതി വ്യത്യാസമല്ല. ആലപ്പുഴയിലാണ് ഇത്തവണ പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷിപ്പനി എന്ന് കേൾക്കുമ്പോൾ അത് പക്ഷികൾക്ക് വരുന്നതല്ലേ, കുറച്ചുനാള് കോഴിയിറച്ചിയും താറാവിറച്ചിയും മുട്ടയും കഴിക്കാതിരുന്നാൽ പോരെ എന്നു കരുതി നിസ്സാരമായി തള്ളിക്കളയാൻ വരട്ടെ. പറഞ്ഞത് ശരിയാണെങ്കിലും പക്ഷിപ്പനിയുടെ മാരക അവസ്ഥാന്തരങ്ങൾ മനുഷ്യർ കാണാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷിപ്പനി കോഴിക്കും താറാവിനും മാത്രമല്ല, പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്കും പടരുന്നതായി US-ൽ കണ്ടെത്തിയതിനെ തുടർന്ന് ലോകാരോഗ്യ രംഗം പുതിയ വെല്ലുവിളി എങ്ങനെ നേരിടുമെന്ന ആശങ്കയിലാണ്. മനുഷ്യരിലേക്കും വൈറസ് ബാധ പടർന്നാൽ കോവിഡിനേക്കാളും 100 ഇരട്ടി അപകട സാധ്യത ഉണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. പക്ഷികളും കന്നുകാലികളുമായി അടുത്ത് ഇടപെടുന്നവരിൽ ഉണ്ടാകുന്ന രോഗബാധയെ അതീവ ഗൗരവത്തോടെ കാണണമെന്നും രോഗം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതകൾ പരമാവധി നിയന്ത്രിക്കണമെന്നും US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഇതിനകം ഡോക്ടർമാർക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കേരളത്തിലും ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ മുൻവർഷങ്ങളിൽ ഉണ്ടായ പക്ഷിപ്പനി ബാധയെ തുടർന്ന് ആയിരക്കണക്കിന് കോഴികളെയും താറാവുകളെയുമാണ് കൊന്നൊടുക്കിയത്. ഇതിന്റെ നഷ്ടപരിഹാരം പോലും പല കർഷകർക്കും ലഭിച്ചിട്ടില്ല. മറ്റു മേഖലകളിൽ ഉണ്ടാകുന്ന നഷ്ടവും വേറെ. ഈ പ്രതിസന്ധികളെ എല്ലാം തുടരുമ്പോഴാണ് ഇപ്പോൾ മറ്റൊരു ഗുരുതര പ്രശ്നം ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എപ്പോഴും രൂപവ്യത്യാസം സംഭവിക്കുന്നത് കൊണ്ട് H5N1 വൈറസ് ഒരുപക്ഷെ തീവ്രമായി മനുഷ്യനെ ആക്രമിച്ചേക്കാം എന്നതാണ് അത്. പക്ഷികളിൽ നിന്നും വൈറസ് മനുഷ്യരിലേക്ക് കടന്നാൽ രോഗനിയന്ത്രണം അത്ര എളുപ്പമാവില്ല എന്നതാണ് ലോകം പക്ഷിപ്പനിയെ ഭയക്കുന്നതിന്റെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ പക്ഷിപ്പനിയുടെ അപകട സാധ്യതകൾക്ക് എതിരെ നാം കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് ഇനി അത്യാവശ്യമാണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇൻഫ്ലുവൻസ, ന്യൂമോണിയ, ശ്വാസകോശ രോഗങ്ങൾ ബാധിച്ചവർക്ക് അസുഖബാധിതരായ പക്ഷികളുമായി പ്രത്യക്ഷമോ പരോക്ഷമോ ആയ സമ്പർക്കം ഉണ്ടെങ്കിൽ പക്ഷിപ്പനിയാണോ എന്ന് സംശയിക്കാം. ലബോറട്ടറി പരിശോധനയിലൂടെ പക്ഷിപ്പനിയാണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം. പക്ഷിപ്പനി വൈറസുകൾ താരതമ്യേന രോഗസംക്രമണ സാധ്യത കുറഞ്ഞവയാണ്. എന്നാൽ സാധാരണയായി പക്ഷികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വൈറസുകൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യരിൽ കടന്ന് രോഗമുണ്ടാക്കുന്നു. പക്ഷികളുടെ വിസർജ്യ വസ്തുക്കളിൽ നിന്നും ശരീരദ്രവ്യങ്ങളിൽ നിന്നുമാണ് രോഗം പകരുന്നത്. വായുവിലൂടെ പകരില്ല. പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് വൈറസ് പകർന്നാൽ 60% പേരിലും വൈറസ് ന്യൂമോണിയ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ വൈറസുകളിൽ ചില ജനിതക വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോഴാണ് രോഗകാരിയായി മാറുന്നത്. മനുഷ്യരിൽ കാണപ്പെടുന്ന ഇൻഫ്ലുവൻസ വൈറസുമായി ചേർന്ന് പുതിയ ജനിതക ഘടന ആർജിച്ചും ഇവ ആക്രമണ സ്വഭാവം ഉള്ളതായി മാറാം. പക്ഷി, കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരിലാണ് രോഗസാധ്യത കൂടുതൽ. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും പക്ഷിപ്പനി വൈറസ് ബാധിക്കാമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിലായി രോഗബാധിതരായ പകുതി പേരും മരണത്തിന് കീഴടങ്ങിയിരുന്നു. മാരകമായ H5N1 വൈറസുകളാണ് മനുഷ്യരിൽ മരണസാധ്യത ഉണ്ടാക്കുന്നത്. മരുന്നുകൾ ലഭ്യമാണെങ്കിലും വൈറസ് ന്യൂമോണിയ ഗുരുതര അവസ്ഥയിലാണ് 70% ആൾക്കാരുടെ മരണനിരക്ക്. രോഗബാധിതർക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ കിടത്തി ചികിത്സ ആവശ്യമാണ്. പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇന്ത്യയിൽ ഇതുവരെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. സാധാരണ ഇൻഫ്ലുവൻസയ്ക്കെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഈ അസുഖത്തിന് ഫലപ്രദവുമല്ല. മനുഷ്യരിലേക്ക് ആദ്യമായി പക്ഷിപ്പനി പടർന്നത് ഹോങ്കോങ്ങിലാണ്. അന്ന് ഒട്ടേറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചൈനയ്ക്ക് പിന്നാലെ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും തുടർന്ന് യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും എത്തി. ഇന്ത്യയിൽ ഇതുവരെ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് വ്യാപകമായി പടർന്നു തുടങ്ങിയിട്ടില്ല എങ്കിലും മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യത തള്ളിക്കളയരുതെന്ന് തുടക്കം മുതൽ ആരോഗ്യ ഗവേഷകർ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരുന്നു. ആ ആശങ്കയാണ് ഇപ്പോൾ US-ൽ യാഥാർത്ഥ്യമായത്. പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകർന്നാൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും പക്ഷിപ്പനി പടരുമെന്നതാണ് ഏറ്റവും ഗൗരവമേറിയ വസ്തുത. രോഗം റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് നിന്നും 1 കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പ്രദേശത്തെ പക്ഷികളെ ശാസ്ത്രീയമായി കൊല്ലുക എന്നതാണ് ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്ന ഫലപ്രദമായ നിയന്ത്രണ മാർഗം. 2014 നവംബർ 24-നാണ് കേരളത്തിലെ ജനങ്ങൾ ആശങ്കയോടെ ആദ്യ H5N1 രോഗബാധയെക്കുറിച്ച് കേൾക്കുന്നത്. കേരളത്തിൽ കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് ആദ്യമായി പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. മനുഷ്യരിലേക്ക് പടരുന്നത് തടയാൻ അന്ന് അടിയന്തര നടപടി തുടങ്ങുകയും ചെയ്തു. പക്ഷിപ്പനിക്ക് കാരണം H5N1 ഇൻഫ്ലുവൻസ വൈറസ് ആണ്. 2014 കേരളത്തിലെ പക്ഷിപ്പനി ഭീഷണി പ്രധാനമായും കുട്ടനാട്ടിലെ താറാവുകളെയാണ് ബാധിച്ചത്. ആയിരക്കണക്കിന് താറാവുകളെ അന്ന് മൃഗ
മൃഗസംരക്ഷണ വകുപ്പ് കൂട്ടമായി കൊന്നൊടുക്കി. വളരെ സൂക്ഷ്മതയോടെ നടപ്പിലാക്കിയ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവുമാണ് അന്ന് പക്ഷിപ്പനി കുട്ടനാട്ടിലെ താറാവുകളിൽ ഒതുക്കി തീർക്കാനായതിന്റെ പ്രധാന കാരണം. പക്ഷിപ്പനിയെക്കുറിച്ചുള്ള വാർത്ത പരക്കുമ്പോൾ ആദ്യ സംശയത്തിന്റെ പ്രതിപട്ടികയിലാകുന്നത് നമ്മുടെ പാവം ചിക്കനാണ്. പനിപ്പേടി പടരുന്നതോടെ പലരും ഫുഡ് മെനുവിൽ നിന്നും ചിക്കനും താറാവും വെട്ടുകയാണ് ആദ്യം ചെയ്യുക. എന്നാൽ രോഗഭീതിയിലില്ലാതെ ചിക്കനും താറാവും ഒക്കെ എങ്ങനെ കഴിക്കാമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. ചിക്കനും താറാവും ഒക്കെ ഇപ്പോഴും ഇഷ്ടം പോലെ കഴിക്കാം, അല്പം ശ്രദ്ധ വേണമെന്ന് മാത്രം. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നുള്ള ഇറച്ചിയും മുട്ടയും ഒഴിവാക്കാം. കാഷ്ടം പറ്റിപ്പിടിച്ച താറാവിൻ മുട്ടയും കുഴപ്പക്കാരൻ ആയേക്കാം. വീട്ടിൽ ഇറച്ചി പാകം ചെയ്യുമ്പോൾ തൂവലും തൊലിയും പറിക്കുന്നതിന് മുൻപേ തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ചു സമയം മുക്കിവെക്കണം. 70 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടാക്കിയാൽ ഇറച്ചിയിലെ വൈറസുകൾ നിർവീര്യമാകും. അതായത് നന്നായി വേവിച്ച ഇറച്ചി ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. കോഴി ഇറച്ചിയുടെ വേവ് അതിലുണ്ടാകുന്ന നിറവ്യത്യാസം കൊണ്ട് മനസ്സിലാക്കാം. നന്നായി വേവുമ്പോൾ ഇറച്ചിയുടെ ഇളം ചുവപ്പ് നിറം തവിട്ട് നിറമായി മാറും. ഇങ്ങനെ നിറം മാറും വരെ വേവിക്കണം. പുറം ഭാഗം മൊരിയുമെങ്കിലും അകം നന്നായി വേവാൻ സാധ്യത ഇല്ലാത്തതിനാൽ ഇറച്ചി ഫ്രൈയെ സൂക്ഷിക്കണം. ബുൾസയുടെ കാര്യവും അങ്ങനെ തന്നെ. പാകം ചെയ്ത ഇറച്ചി കഴിക്കുന്നതിന് മുൻപും കഴിച്ചതിന് ശേഷവും കൈ നന്നായി കഴുകണം. ഡിറ്റർജന്റും അണുനാശിനികളും മറ്റും രോഗാണുക്കളെ നിർവീര്യമാക്കും. മന്ദത, ചലനത്തിലെ ആലസ്യം, ആഹാരം കഴിക്കുന്നതിലെ വിമുഖത, കലശലായ ക്ഷീണം, നീലനിറമാർന്ന കൊക്കും പൂവും, മൂക്കിലൂടെയുള്ള രക്തസ്രാവം, വയറിളക്കം, ശ്വാസതടസ്സം എന്നിവയാണ് പക്ഷികളിൽ കാണുന്ന ലക്ഷണങ്ങൾ. മുട്ടത്തോടിന്റെ കട്ടി കുറയും. മുട്ടകൾ എണ്ണത്തിൽ വല്ലാതെ കുറയും. കടുത്ത നിമോണിയ ആയിരിക്കും അന്തിമ ഫലം. കൃത്യമായി ചികിത്സ ലഭിച്ചില്ലെങ്കിൽ കൂട്ടമായി ചത്തൊടുങ്ങുകയും ചെയ്യും. ജലദോഷം, തലവേദന, വയറിളക്കം, ഛർദി, ശരീരവേദന, ചുമ, അസാധാരണ ക്ഷീണം, കടുത്ത തൊണ്ടവേദന എന്നിവയാണ് മനുഷ്യരിൽ പക്ഷിപ്പനി ബാധിക്കുമ്പോഴുള്ള സാധാരണ ലക്ഷണങ്ങൾ. സാധാരണയായി തൊണ്ട, മൂക്ക് എന്നിവിടങ്ങളിൽ നിന്നെടുക്കുന്ന സ്രവത്തിന്റെ പരിശോധനയിലൂടെയാണ് രോഗബാധിതരെ തിരിച്ചറിയുന്നത്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ് ആണ് ആധികാരികമായി ലാബ് പരിശോധന. രോഗിയുടെ രക്തത്തിലുള്ള സിറത്തിലെ H5N1 ആന്റിബോഡിയുടെ അളവ് വിലയിരുത്തിയും രോഗനിർണയം നടത്താം. പക്ഷികളിൽ വൈറസ് ബാധ മൂലമുണ്ടാകുന്ന സാംക്രമിക രോഗമായ പക്ഷിപ്പനി അഥവാ ഏവിയൻ ഫ്ലൂ കാട്ടുപക്ഷികളിൽ നിന്നാണ് വളർത്തു പക്ഷികൾക്ക് പകരുന്നത്. 1878 ഇറ്റലിയിൽ എഡോർഡോ പെറോൺസിൻഡോ എന്ന ശാസ്ത്രജ്ഞനാണ് പക്ഷിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് ആണെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞത്. ഈ വൈറസ് ടൈപ്പ് എ ഇൻഫ്ലുവൻസ എന്ന ഗണത്തിൽ പെട്ടതാണെന്ന് 1955 സ്ഥിരീകരിക്കുകയും ചെയ്തു. കാലാവസ്ഥാ വ്യത്യാസമില്ലാതെ ലോകത്തെങ്ങും ഈ രോഗം പ്രത്യക്ഷപ്പെടാം. പക്ഷികളിൽ വൈറസ് ബാധിച്ച ശേഷം 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. വായുവിലൂടെ പകരുന്ന ഈ രോഗം മനുഷ്യരിലേക്കും മലിനജലം, ആഹാരം, വസ്ത്രം തുടങ്ങിയവയിലൂടെ പകരാം. എന്നാൽ മനുഷ്യരുടെ ജീവന് ഭീഷണിയാകും വിധം ശക്തമാണ് ഇതെന്ന് കണ്ടെത്തിയത് 1997 ഹോങ്കോങ്ങിൽ അന്ന് 6 പേരാണ് പക്ഷിപ്പനി ബാധിച്ച് മരിച്ചത്. പക്ഷികളിൽ ഈ രോഗം പെട്ടെന്ന് പകരുമെങ്കിലും മനുഷ്യരിൽ അത്ര വേഗം പകരില്ല. എന്നാൽ ഇതിന്റെ വൈറസ് മനുഷ്യരിലേക്ക് പ്രവേശിച്ച് സാധാരണ പനിയോ മറ്റേതെങ്കിലും മാരകമായ അസുഖമോ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിൽ പക്ഷിപ്പനി ആദ്യമായി സ്ഥിരീകരിച്ചത് 2006 ഫെബ്രുവരി 18 മഹാരാഷ്ട്രയിൽ നവാപൂരിലെ കോഴിഫാമിലാണ് രോഗം കണ്ടത്. പിന്നീട് മണിപ്പൂർ, ബംഗാൾ, അസം, ത്രിപുര, ഒഡീഷ, മധ്യപ്രദേശ്, ഗുജറാത്ത്, സിക്കിം, മേഘാലയ സംസ്ഥാനങ്ങളിലും രോഗം സ്ഥിരീകരിച്ചു. ദക്ഷിണേന്ത്യയിൽ പക്ഷിപ്പനി ആദ്യം കണ്ടത് 2012 ഒക്ടോബറിൽ ബംഗളൂരിൽ കേന്ദ്ര പൗൾട്രി ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ടർക്കി ഫാമിലാണ്. ടൈപ്പ് എ ഇൻഫ്ലുവൻസ വൈറസ് മൂലമാണ് കോഴികളിലും ടർക്കികളിലും രോഗമുണ്ടാകുന്നത്. ഓർത്തോമിക്സോ കുടുംബത്തിൽപ്പെട്ട വൈറസ് ആണിത്. ജനിതക വ്യതിയാനത്തിന് ഏറെ സാധ്യതയുള്ള ഈ വൈറസ് ഇൻഫ്ലുവൻസ ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി എന്നീ വകഭേദങ്ങൾ ഉണ്ട്. 3 ഇനങ്ങളും മനുഷ്യരെയും ബാധിക്കാം. ടൈപ്പ് എ പ്രധാനമായും പക്ഷികളെയും മൃഗങ്ങളെയും ബാധിക്കുന്നു. കേരളത്തിൽ കണ്ട H5N1 ഉപവിഭാഗം വൈറസുകൾക്ക് താറാവ്, അരയന്നം, കാട, ഗിനിക്കോഴി, കാട്ടുപക്ഷികൾ, കാക്ക, പൂച്ച, നായ, കടുവ, പുലി തുടങ്ങിയ പക്ഷി മൃഗാദികളിൽ രോഗമുണ്ടാക്കാൻ കഴിയും. എന്നാൽ ഓമന പക്ഷികളായ പ്രാവ്, തത്ത എന്നിവയ്ക്ക് H5N1 വൈറസ് ബാധയ്ക്ക് സാധ്യത കുറവാണ്.